എന്താ ഈ ബ്യൂട്ടിക്ക് ചുരിദാറൊക്കെ അതന്നെ. പക്ഷെ നല്ല സാധനങ്ങൾ, ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല. അങ്ങനത്തെ കുറച്ച് പീസ് വെച്ച് നമ്മൾ കട ഒന്ന് അലങ്കരിച്ച് ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പുറത്ത് നമുക്ക് ടൈലറിങ് ഷോപ്പും ഉണ്ട്. ഒരു പെണ്ണിനെ ആ മ്യൂസിയം വെറുതെ കിടന്ന് തുരുമ്പ് പിടിക്കുക, ഒരു പെൺകുട്ടീനെ അവിടെ ഇരുത്തിയാൽ അത് ചുരിദാറും അടിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നന്നായിട്ട് സാധനങ്ങൾ ചെലവാകും. പെൺകുട്ടീനെ ഇരുത്തണ നല്ലതാണ്. പരീക്ഷയ്ക്ക് സമയത്ത് കടയിൽ ചെല്ലാനും അത് തുറക്കാനും ഒക്കെ ഒരു ഉത്സാഹം ഉണ്ടാവും. പോടാ എന്താ അതിന്റെ ഇടയിൽ തമാശ ഞാൻ പറഞ്ഞേ. എന്താ കടയിലൊന്നും പോയില്ലേ? എന്താ ഞാൻ മറ്റേ സൈമന്റെ വീട്ടിൽ പോയതല്ലേ? ഓ പോയി. ചായ കുടിക്കണ? ഏയ് ചായ വേണ്ട. കുടിച്ചോളൂ. ഞാൻ കുടിച്ചിട്ടില്ല. വേണ്ട വേണ്ട, ഞാൻ പുറത്തുനിന്ന് കുടിച്ചോളൂ. വേണ്ടാണ്ട് വെച്ചേക്ക് കഴിച്ചോളൂ. വേണ്ടാന്ന്. അതെ സൈമന്റെ അവിടെ പോയി. അല്ല എന്നിട്ട് എന്ത് പറഞ്ഞു പണിയുടെ കാര്യം? അല്ല പണിയുടെ കാര്യം ഇപ്പൊ എന്താ വെച്ചാല് കുറെ സംഗതികൾ നേരാക്കാണ്ട്, പിന്നെ ചിലതൊക്കെ പറ്റ കേട് വന്ന് പോയിട്ടുണ്ട്. അത് അതേപോലെ മാറ്റി പണിയണം. അപ്പൊ പണി എന്തായാലും നമുക്ക് നല്ല അത്യാവശ്യം ചെയ്യാനുള്ള പണിയുണ്ട്. തിരക്കിട്ടില്ല അത്. പക്ഷെ നീ പറഞ്ഞ പോലെ 1.5 ഉറുപ്പിക നല്ലത്. കണ്ടവാനം പണി വരും. അത് കൊട്ടേഷൻ കൊടുക്കാനല്ല പറഞ്ഞ, നീ കണക്ക് കൂട്ടിട്ട് പറ. കണക്കൂട്ടി എന്റെ ഏകദേശം ഒരു കാൽക്കുലേഷനിൽ ഒരു 5 ഉറുപ്പിയെങ്കിലും നമ്മൾ പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും സംഗതി ഒക്കുള്ളൂ. 5 ലക്ഷം? 5 ലക്ഷം ഉറുപ്പിക. അതെ. ഈ 5 ലക്ഷം രൂപ കിട്ടിയാല് നമുക്ക് എന്തെങ്കിലും തടയോ? നമുക്ക് തടയും, അതല്ലേ പറയണത്. അല്ല 5 ഉറുപ്പിക്കുള്ള പണി ഉണ്ട്. അപ്പൊ 5 രൂപയുടെ ഒരു കൊട്ടേഷൻ ഉണ്ടാക്കി അങ്ങോട്ട് കൊടുക്ക്. അല്ല പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പൊ ഇജിപ്പോ 5 ലക്ഷം ഒരു കമ്മച്ച കണക്ക് പറഞ്ഞതാണോ? അങ്ങനെ പറയൂ? അല്ല ഞാൻ പറഞ്ഞാണ്. കാരണം അതിലും കുറച്ചിട്ട് ആരെങ്കിലും പണി എടുക്കാന്ന് പറഞ്ഞാൽ അവര് ആ പണി അവർക്ക് കൊടുക്കും. അങ്ങനെയുണ്ട്. അത് ശരിയാണ്, പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇനി വരണവര് ഇനി അവിടെ പണിയെടുക്കാൻ വരണവര് ഇവൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ചാർജ് അവിടെ പറഞ്ഞാലാണ് ഇവനക്ക് ആ പണി കിട്ടുള്ളൂ. വേറൊരു കാര്യം ചെയ്യാം നമുക്ക്. ഇപ്പൊ ഇവൻ 5 ലക്ഷം രൂപയാണല്ലോ നമ്മൾ വെക്കാൻ പോണത്. നമുക്ക് ഒരു 7 ലക്ഷത്തിന്റെ ഒരു 6 ലക്ഷത്തിന്റെ ഓരോ കൊട്ടേഷനും കൂടി ആരുടെയെങ്കിലും പേരിൽ നമുക്ക് തന്നെ അവിടെ വെക്കാം. ആര് കൊണ്ടു കൊടുക്കും? അത് നമുക്ക് ആരെ കൊണ്ടെങ്കിലും വെപ്പിച്ചൂടെ? അപ്പൊ ആളെ വിളിപ്പിച്ചാലോ? വിളിപ്പിക്കൊന്നുമില്ല, നമ്പറൊന്നും നല്ല വ്യക്തമായിട്ട് വെക്കണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിച്ച് വെച്ചാൽ മതി. റൈറ്റ് കൂട്ടി വെച്ച് കഴിഞ്ഞിട്ട് അത് നമ്മളാണ് വെച്ചെന്ന് അറിയോ? ഇല്ലാന്ന് വേറെ പേരിലും അഡ്രസ്സില് ആളെ വിട്ട് വെപ്പിക്ക. അപ്പൊ നമ്മുടെ 5 ഒരു 7ഉം ഒരു 6ഉം വെപ്പിക്കാം. അപ്പൊ കുറവ് നമ്മുടെ അല്ലേ? സംഗതി അയാള് ഇപ്പൊ നമുക്കിപ്പോ ഈ പണി കിട്ടുന്നവരുള്ള ഒരു സൂത്രപ്പണിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആര് വെക്കും? ആരെങ്കിലും ഒരാളെ, എനിക്ക് വിശ്വാസമുള്ള ഒരാളെ. അതിനാളുണ്ടല്ലോ. എന്തിനാ പുറത്തു പോകണം? നമുക്ക് ദൊരയില്ലേ? എന്താ അതിനുള്ള വകതിരിവൊക്കെ അവനുണ്ടോ? ആർക്ക് അവനാ? ഇവന്റെ പെങ്ങളെ കൊണ്ടു നടക്കണവന് വകതിരിവില്ലെന്നാ. അവള് പാർലറിൽ പോയി. ഇവിടെ അടിയും കിടിയൊന്നുമില്ല. ഞാൻ വിളിച്ചതേ നിനക്ക് പണിയുണ്ടോ ഇപ്പൊ? எங்க அழியன் ஏதோ ஒரு நாளைக்கு போனா போச்சு, வேலை இல்லை ஒன்றும் இல்லை, அது சொல்றத கஷ்டமா இருக்கு. അപ്പൊ നമുക്ക് വേലക്കുള്ള ഒരു മാർഗമുണ്ട്. നിനക്ക് 1-2 മാസത്തേക്കുള്ള വേലയുണ്ട് ഇവിടെ. നമ്മുടെ സൈമൺ മുതലാളിയുണ്ട്, കാനഡയിൽ നിന്ന് വന്നേണ. അപ്പൊ അയാളുടെ വീട് മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടിട്ട് വലിയൊരു പണി പിടിച്ചിട്ടുണ്ട്. അപ്പൊ നിനക്ക് വാസൂട്ടിയുടെ കൂടെ ദിവസവും പണിക്ക് പോകാം. 1-2 മാസത്തെ പണിയുണ്ട്. അപ്പൊ ആ ക്ഷീണം അങ്ങോട്ട് മാറും. അപ്പൊ ഞാൻ പറയണത് നീ ഒന്ന് ചെയ്യണം. വാസൂട്ടി ഈ പണിക്ക് കൊണ്ടുപോയിട്ട് നമ്മളൊരു കൊട്ടേഷൻ വെച്ചിട്ടുണ്ട് 5 ലക്ഷം രൂപയുടെ. 5 ലക്ഷം രൂപ? അപ്പൊ വാസൂട്ടിക്ക് തന്നെ ഇത് ഉറച്ച് കിട്ടണമെങ്കിൽ വേറെ ആളുകൾ ഇതിൽ കുറച്ച് വെച്ചാൽ ആ വർക്ക് നമുക്ക് പോകും. അപ്പൊ ദോരയുടെ പേരില് ഞാനൊരു കൊട്ടേഷൻ അടിച്ചുണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഈ സൈമ മുതലാളിയുടെ ഓഫീസ് നിനക്ക് പറഞ്ഞു തരാം. നീ അവിടെ കൊണ്ടുപോയി വലിയ തച്ചനാണ്, തമിഴ്നാട്ടിലുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കൊട്ടേഷൻ അങ്ങോട്ട് കൊടുക്കണം. അപ്പൊ നിന്റത് 7 ലക്ഷം രൂപക്കാണ് നമ്മൾ അടിച്ചേക്കണത്. മനസ്സിലായത്? 7 ലക്ഷം റുപ്യക്കുള്ള കൊട്ടേഷൻ കൊടുത്താൽ എനിക്ക് അപ്പടി വേല കിടക്കരുത്? കിടക്കാതില്ലേ? നിനക്ക് കിടക്കരുത്, അതിനല്ല അമ്മ കൊടുക്കണ. നിനക്ക് 7 രൂപയുടെ കൊടുക്കുമ്പോ നിനക്ക് കിടക്കാതെ വരും. അപ്പൊ കുറഞ്ഞത് വാസൂട്ടിയുടേത്. അപ്പൊ വാസൂട്ടിക്ക് കിടക്കും. അപ്പൊ നിങ്ങൾക്ക് 2 പേർക്കും കൂടി പണിയാ. മനസ്സിലായ? അതിന്റെ ഇടയിൽ ബുദ്ധി ആലോചിക്കണം. നിനക്ക് സ്ഥലം അറിയോ? സ്ഥലം അറിയോ സൈമൺ മുതലാളിയുടെ? നമ്മുടെ അമൃത ടിവിയുടെ ഓഫീസ് ഇരിക്കേ, സ്റ്റുഡിയോ കൈമനം. അതിന്റെ മുമ്പിലൂടെ പോകുമ്പോ വലിയൊരു ബിൽഡിംഗ് ഇല്ലേ, 3 നില വലിയ ബിൽഡിങ്. അതിൽ 1ാമത്തെ നിലയിൽ സൈമൺ മുതലാളിയുടെ ബിൽഡിംഗ് ഉണ്ട്. അവിടെ ചെന്നിട്ട് സൈമൺ മുതലാളിനെ കാണണമെന്ന് പറഞ്ഞാൽ കയറ്റി വിടും. അവിടെ ചെന്ന് നീ ഈ കൊട്ടേഷൻ അങ്ങോട്ട് കൊടുക്കുക.
നീ തഞ്ചാവൂരിലുള്ള വലിയ തച്ചനാണ്, കൊത്തുപണിയാണ്, പഴയ പണിയൊക്കെ പരമ്പരാഗതമായിട്ട് നിങ്ങൾ ചെയ്യണേണ്. ഇപ്പൊ അവസാന തലമുറയിലെ കണ്ണിയാണ്. നീ ഇതങ്ങോട്ട് കൊടുക്ക്. ഇങ്ങനെ കൂതറ വേഷത്തിൽ പോരുത്. നീ ആ വാസൂട്ടി സ്ഥാനം നോക്കാൻ പോണ ഒരു ജുബയൊക്കെ ഇല്ലേ, ആ ജുബയും വെള്ളം മുണ്ടും കുറിയൊക്കെ തൊട്ടെല്ലാം വൃത്തിയായിട്ട് അങ്ങോട്ട് ചെല്ല. മനസ്സിലായ? നീ അങ്ങോട്ട് കൊടുത്താ മതി, ബാക്കി ആള് പറഞ്ഞോളും. തഞ്ചാവൂർ തച്ചനായിട്ട് നാളെ പോയിട്ട് ഇത് കൊടുക്കണം. അങ്ങോട്ട് കൊടുത്താ മതി.